ഈ CPM-ന്റെ ജില്ലകളിൽ നിന്നും കീഴ്ഘടകങ്ങളിൽ നിന്നും എന്നുള്ള റിപ്പോർട്ട് വന്നതിന് ശേഷം അതെല്ലാം ക്രോഡീകരിച്ച് കഴിഞ്ഞ് ഒരു റിപ്പോർട്ട് പുറത്ത് വിട്ടിട്ട് ഇത് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴോ അല്ലെങ്കിൽ അണികൾ ചോദിച്ചപ്പോഴോ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആവശ്യമില്ലാത്തതെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞു. ആവശ്യമില്ലാത്തത് എന്ന് പറഞ്ഞാൽ തമ്പുരാന്മാർക്കെതിരെയുള്ള പരാമർശങ്ങൾ, അതായത് പിണറായി വിജയനെ MP ഗോവിന്ദനെ എടുത്ത് ദൂരെ കളഞ്ഞു, ഒഴിവാക്കി. ശൈലജയെക്കുറിച്ചുള്ള പരാമർശം എടുത്ത് ദൂരെ കളഞ്ഞു. ഇപ്പോൾ എല്ലാം കൂടെ ക്രോഡീകരിച്ച് അതിമനോഹരമായിട്ടൊരു വാഴ്ത്തുപാട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു തിരുവാതിരയും കൂടെ എഴുതി അതും കൂടെ ഒന്ന് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഈ തിരുവാതിര എഴുതിയവൻ വരെ ഇയാളോട് പറഞ്ഞ അയാൾ ഏറ്റവും കൂടുതൽ പാറശാല ഏരിയ അജിത്തോ എന്താ അങ്ങനെ ഉണ്ടായിരുന്ന കേട്ടോ പേര്. അപ്പോൾ അയാളാണ് ഏറ്റവും കൂടുതൽ വിമർശിച്ചത്. എന്താണ്, ഇയാളെ ഇവിടുന്ന് ഇറക്കി പ്രതിപക്ഷ നേതൃത്വം MLA സ്ഥാനവും രാജിവെപ്പിച്ചിട്ട് ഇയാളെ വീട്ടിലിരുത്തണമെന്ന് പാറശാല ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, MV ഗോവിന്ദൻ പറയുന്നത് നിങ്ങൾ കീഴ്ഘടകത്തിലുള്ളവർ തുറന്നു പറഞ്ഞോളൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞോളൂ, നിങ്ങളുടെ ആ തെരഞ്ഞെടുപ്പ് അവലോകനത്തിൽ പറഞ്ഞോളൂ. അവർ നല്ല വേഷ അങ്ങോട്ട് പറഞ്ഞു. ഇതെല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ തെങ്കാശി പട്ടണത്തിൽ ദിലീപ് പറയുന്നില്ല, അങ്ങനെ പറയില്ല എന്ന് പറയുന്ന ഒരു സീനുണ്ട്, കണ്ടിട്ടുണ്ടോ? കാവ്യ മാധവനോട് ഇഷ്ടമല്ല എന്ന് പറയണത്. അപ്പോൾ പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ട്, അങ്ങനെ പറയും എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ഇതിങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പം നിങ്ങളോട് പിന്നെ പണ്ട് കോമഡി താരങ്ങൾ നടൻ മധുവിനെ അനുകരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം മധു ഇങ്ങനെ വന്നിട്ട് പറയും, ഗുണമുണ്ടെങ്കിൽ വെക്കടാ വെടി എന്ന് പറയും. അപ്പോൾ അവർ വെടിവെച്ച് ഞാനൊരു തമാശ പറഞ്ഞപ്പോൾ നീ വെടിവെച്ചൂടാ എന്ന് ചോദിക്കും, എന്നെ ആശുപത്രി കൊണ്ടുപോടാ എന്ന് പറയും. അപ്പം എന്താ പറഞ്ഞ പോലെ ഇത് MV ഗോവിന്ദൻ ഒരു പൊതുതത്വം പറഞ്ഞാണ്, നിങ്ങൾക്ക് വിമർശിക്കാൻ ഇഷ്ടമുള്ളവർ വിമർശിച്ചോളാം. അവരങ്ങോട്ട് വിമർശിച്ചങ്ങോട്ട് ഇട്ടു. എന്നിട്ട് ചില ജില്ലാ കമ്മിറ്റികൾ കുറെ കൂടെ വിധേയത്വം കാണിച്ചു. എന്തെന്നറിയോ, അവർ ആ വിമർശനത്തിൽ ഇതുപോലെ ഈ ഗോവിന്ദനെയും പിണറായിയെയും ശൈലജയെയും കുറിച്ചുള്ള ഭാഗം അവർ തന്നെ കളഞ്ഞിട്ട് ഇങ്ങോട്ട് കൊടുത്തു. അപ്പോഴും മറ്റു കാര്യങ്ങളൊക്കെ അവർ അല്ല, ഇപ്പൊ പാർട്ടി അവസാനം വിലയിരുത്തൽ എത്തിയിരിക്കുന്നത് ഇവരാരും അല്ല കാരണക്കാരൻ, പാർട്ടിയാണെന്നാണ്. പാർട്ടിയാണ് എന്ന് പറഞ്ഞാൽ ഇത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, കൂട്ടുത്തരവാദിത്തം. ഇപ്പൊ ഈ ഭരണം നയിച്ചതാരാ, അല്ല തെരഞ്ഞെടുപ്പ് നയിച്ചതാരാ, അത് പിണറായി വിജയൻ. ഞാനല്ലാതെ വേറെ ആരും വെച്ചിട്ടുണ്ടോ? അല്ല, മാമുക്കയോട് ചോദിക്കുന്ന പോലെയാണ്. ഒപ്പം സിനിമയിൽ ഏറ്റവും അവസാനം കണ്ടതാരാണ്, അത് ഞാൻ ആദ്യം അവിടെ എത്തിയതാരാ, അത് മറ്റവൻ. അപ്പൊ കണ്ടതാരാ, ഞാൻ. അപ്പൊ ഇതേ അവസ്ഥയാണ് ഇതിനകത്ത്. അതുപോലെ തന്നെ വേറൊരു സിനിമയിലെ സീനുണ്ട്, താക്കോൽ അവിടെ വെച്ചാൽ കാണാൻ കാക്കക്കുയിൽ സിനിമയിലെ പോലെ എന്ന് പറഞ്ഞ പോലെ റിപ്പോർട്ടിലുണ്ട് ഭരണത്തിന് തോൽവിക്ക് കാരണം ഇവരാണ്. പക്ഷേ എന്തേ സംഭവിക്കുന്നത്, അവരെ എടുത്ത് അങ്ങ് ഒഴിവാക്കി. എന്നിട്ട് പിന്നെന്തായി, പാർട്ടിയുടെയാണ്. ഏത് പാർട്ടിയുടെ? കണ്ണൂരിലെ പാർട്ടിക്ക് എന്ത് പറ്റി? സ്ഥാനാർത്ഥിയെ അനാവശ്യമായിട്ട് നിർണ്ണയിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ഇനി വേറെ പാർട്ടി പത്രത്തിൽ നിന്ന് ചാനലിൽ നിന്ന് ആളെ കൊണ്ടിരുത്തേക്കും എഡിറ്റ് ചെയ്യേണ്ടത്, ഇവരെ പേര് കാണുന്ന ഭാഗം മുഴുവൻ എഡിറ്റ് കളയണ്ടേ? ഇപ്പം കണ്ണൂർ ജില്ലാ കമ്മിറ്റി മധുസൂദനെയും ശ്യാമളയും ഇങ്ങോട്ട് കൊടുത്തു വിട്ടു. അപ്പോൾ ഇവിടെ നിങ്ങൾ തന്നതല്ലേ, നിങ്ങൾ തന്നതാണത്, ഞങ്ങൾക്ക് ഇതിലെന്ത് ബന്ധം? നിങ്ങൾ തന്നതല്ലേ. ജഗതി ഒരു സിനിമയിൽ പറയുന്നുണ്ട്, സ്നേഹത്തോടെ വിളിക്കുമ്പോൾ എങ്ങനെയാ പോകാതിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ തന്ന സ്ഥിതിക്ക് ഞങ്ങൾ ഇതെങ്ങനെ അപ്രൂവ് ചെയ്യാതിരിക്കുന്നത്. അതുകൊണ്ട് ശ്യാമളയും പിന്നെ മധുസൂദനും പയ്യന്നൂരിലും മറ്റേ തളിപ്പറമ്പിലും സ്ഥാനാർത്ഥികൾ, ഇത് രണ്ടുപേര് കാരണം ആ മടക്കേ മലബാർ മുഴുവൻ തോറ്റു. ആലപ്പുഴ, തൃക്കരിപ്പൂര്, കണ്ണൂർ മാത്രമല്ല, കണ്ണൂർ തൊട്ട് വടക്കോട്ടുള്ള മൊത്തം ജില്ലയും തോപ്പിയിട്ടു. മഞ്ചേശ്വരത്ത് ഒരു പുള്ളിക്ക് കെട്ടിവെച്ച കാശ് വരെ പോയി. അപ്പോൾ അത്രയും ഭീകരമായൊരു അവസ്ഥയുണ്ടായി. ഇതിനൊക്കെ കാരണക്കാർ എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളാണ്. ഒന്ന് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും, രണ്ട് ഈ പറയുന്ന MV ഗോവിന്ദനും, ബാക്കി പാർട്ടിയിലുള്ള കുറെ മണ്ടന്മാരായ താത്വിക ആചാര്യന്മാർ. ഇവന്മാർക്കെല്ലാം റാൻ മൂളി നിന്ന. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം ചർച്ചകളൊക്കെ തന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, ഈ രണ്ടാം പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് ആളുകളോട് വളരെ മോശമായി പെരുമാറിയിരുന്നവരാണെന്നാണ്. അല്ല, മന്ത്രിമാരെ കുറിച്ച് പരാതി ഉയർന്ന ജില്ലകളുണ്ട്. ഞാൻ പറയാം, ഏറ്റവും വലിയ ഉദാഹരണം ആരോഗ്യമന്ത്രിയായിരുന്നു വീണ ജോർജ്. ഞങ്ങളുടെ മണ്ഡലമായിരുന്നു, ഞങ്ങളുടെ ജില്ലയായിരുന്നു. നമ്മൾ മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ ഇവരുടെ 5 വർഷവും പത്തനംതിട്ട ഉണ്ടായിരുന്ന ആൾക്ക്. നമ്മളാരും ഒരു പ്രോഗ്രാമിന് ഇവരെ ക്ഷണിക്കാൻ പറ്റില്ല. കാരണം ഇവരൊരിക്കലും ഫോൺ എടുക്കുക. അത് ഞാനൊരിക്കൽ ഈ പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവിനോട് സംസാരിച്ചു. ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ സ്വകാര്യ സംഭാഷണത്തിൽ കണ്ടപ്പം ഞാൻ ചോദിച്ചു, സഹാബ്, ഇത് വലിയ കഷ്ടമാണല്ലോ, നമുക്ക് ഒരു ജില്ലയ്ക്ക് ഒരു മന്ത്രിയല്ലേ ഉള്ളൂ, ഈ മന്ത്രി. അപ്പോൾ എന്നോട് വിശാഖ, ഞാൻ വിളിച്ച അയാൾ ഫോൺ എടുക്കുക. ഈ പറയുന്ന ആ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ ജില്ലാ സെക്രട്ടറി വിളിച്ചാൽ ഫോൺ എടുക്കാത്ത മന്ത്രിയായിരുന്നു വീണ ജോർജ്.
പക്ഷെ അവർക്ക് ആവശ്യമുള്ളവർ വിളിച്ചാൽ അവർ പോകും. അവർ ഇത് വേറെന്താണെന്നറിയോ, ഒരൊറ്റ ഫംഗ്ഷനിൽ വിളിച്ചാൽ ഇവർ ചെല്ലത്തില്ല, ഇവർ ഏക്കും, ഇവർ ചെല്ലുകയില്ല, ഇവർ സ്ഥിരം പരിപാടിയാണ്. അങ്ങനെ അവസാനം ഓരോ സ്ഥാപനങ്ങളും പിന്നെ ഇവർ പോകുന്ന സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ പത്തനംതിട്ട നടന്നപ്പോൾ അവസാന നിമിഷം വന്ന് പെട്ടെന്ന് മരണത്തിന് പോകണമെന്ന് പറഞ്ഞാൽ അതാണ് മുങ്ങിയത്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളന്ന് ഇവരേതായാലും നമ്മുടെ പരിപാടിക്കൊന്നും വരികയില്ല. അത് സ്വാഗത സംഘ ഉദ്ഘാടനത്തിന് വന്നിരുന്നു. പിന്നീട് സത്യത്തിൽ ഈ സമ്മേളനം നടത്തേണ്ടത് പോലും ഈ മന്ത്രിയുടെ നേതൃത്വത്തിലാണ്. ഇവർ മുഖ്യ രക്ഷാധികാരിയായിട്ട് നിന്നാണ് നടത്തേണ്ടത്. നമ്മൾ അവരെ ആ ഒരു കാര്യം, നമ്മൾ പല കാര്യങ്ങൾക്കും അവരെ നമ്മൾ സമീപിച്ചു, നമുക്ക് ഒരു സഹായവും കിട്ടിയില്ല. അങ്ങനെ നമ്മൾ മുഖ്യമന്ത്രിയുടെ ഡേറ്റ് നോക്കിയെന്ന് അന്ന് മുഖ്യമന്ത്രിയെ കിട്ടിയില്ല. അങ്ങനെയാണ് KN ബാലഗോപാൽ വന്ന് കേരള പത്രപ്രവർത്തകരുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളാണല്ലോ സംഘടിപ്പിച്ചത്. അപ്പോൾ നമ്മൾ അതിനും ഇവരെ ക്ഷണിച്ചിരുന്നു, അത് ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു. അവർ പെട്ടെന്ന് വന്ന ഒരു വെളിയിൽ നിന്നൊരു മുദ്രാവാക്യം സമയത്താണ് അവർ അങ്ങ് പോയി. പക്ഷെ ഇത് നമ്മുടെ കാര്യം മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ കേരള ഈ നമ്മുടെ ആറന്മുള മണ്ഡലത്തിൽ എത്രയോ ആൾക്കാർ അവസാനം ഇവർ സഖി കെട്ടു, പാർട്ടിയുടെ കത്തുകൊട്ടി എന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവർക്ക് ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു, ആ ഒരു ബെൽറ്റിൽ മാത്രമായിട്ട് ഇവർ ഒതുങ്ങുന്നു. അതിനെ തുടർന്നാണ് ഇവർക്കെതിരെ രൂക്ഷ വിമർശനം പത്തനംതിട്ട ഏരിയ കമ്മിറ്റിയിലുണ്ടായി, ജില്ലാ കമ്മിറ്റിയിലുണ്ടായി, ഈ എല്ലാ ബ്രാഞ്ച് കമ്മിറ്റികളിൽ വരെ ഇവർക്കെതിരെ രൂക്ഷ വിമർശനം ഉണ്ടായി. പാർട്ടിക്കാർ മുഴുവൻ ഇവർക്കെതിരായി. ഇവർ മറ്റു പാർട്ടിക്കാരുമായിട്ട് മാത്രമല്ല മറ്റു പല മന്ത്രിമാരുടെയും വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പേരുദോഷം കേൾപ്പിച്ചിട്ടുള്ളവരെ മാത്രം കൂടെ നടത്തിക്കൊണ്ടുവന്ന കുറേ മന്ത്രിമാരുണ്ട് ഉണ്ട്. അപ്പം VN വാസവനെ കുറിച്ച് വളരെ അധികം ആക്ഷേപങ്ങളുണ്ട്. VN വാസവൻ ഈ വീണ ജോർജിനേക്കാൾ ആണ്. കാരണം എവിടെയൊക്കെ എന്തൊക്കെ ക്രിമിനലിസം ഉണ്ടോ, എന്തൊക്കെ ഇതുണ്ടോ അതെല്ലാം ഒതുക്കാനായിട്ട് ഇയാൾ ഇടപെട്ടിരുന്നു എന്നുള്ളത്. പിന്നെ അദ്ദേഹത്തിനെതിരെ ബിനാമി സമ്പാദ്യത്തെ കുറിച്ച് ആരോപണം ഉയർന്നിരുന്നു. എന്തിനാ അവരുടെ ജില്ലയിൽ തന്നെ അത് വന്നു. മാത്രമല്ല P രാജീവനെ കുറിച്ച് കൊച്ചിയിൽ അവിടെ നോക്കാൻ അവിടുത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി നടത്തിയ വളയാട്ടം നമ്മൾ കണ്ടതാണല്ലോ. അതെ. അപ്പൊ ഇതുപോലെയുള്ള എല്ലാ ജില്ലകളിലുള്ള മന്ത്രിമാർക്ക് ഈ പാർട്ടിക്കാരെയും ജനങ്ങളെയൊന്നും വേണ്ട, ഇതുപോലെയുള്ള ബിന്ദു ധാർഷ്ട്യത്തോടെയുള്ള സംസാരവും അതെ യാതൊരുവിധ കാര്യങ്ങളും ഒരു ഡോക്ടറാണ്, പ്രൊഫസറാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് അതിൻ്റേതാക്കതായിട്ടുള്ള ഒരു വിവരം പോലും ഇല്ലാതിരുന്ന ഒരു മന്ത്രിയായിരുന്നു ബിന്ദു. അങ്ങനെ ഓരോരുത്തരും സത്യത്തിൽ ഇതിനകത്ത് രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞ CPIയുടെ മന്ത്രിമാരാണ്. അവരെല്ലാം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്ത് പോവുകയും ചെയ്തു. അപ്പോൾ ഈ മന്ത്രിമാരെ എല്ലാം അവരുടെ പ്രവർത്തന രീതികളെക്കുറിച്ച് പറഞ്ഞിട്ട് അവരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ യോഗം വിളിച്ചിരുന്നു. നമ്മൾ ഈ പറഞ്ഞ മന്ത്രി വീണ ജോർജിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് ഒന്നും യാതൊരുവിധ അനുകൂല നിലപാടും ആരോടും എടുക്കുന്ന മനുഷ്യരെ കാണുന്നവർക്ക് വേറെ പണം ഇരിക്കുന്നവർക്ക് മനുഷ്യരെ കാണുന്ന. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ MB ജയരാജൻ ഇരുന്ന സമയത്ത് കാര്യങ്ങൾ കുഴപ്പമില്ലാതെ പോകുമായിരുന്നു. കാരണം MB ജയരാജൻ പ്രൈവറ്റ് സെക്രട്ടറി സമയത്ത്, പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ സമയത്തും കുഴപ്പമില്ല. V ശശി വന്നതിന് ശേഷമാണ് അവിടേക്ക് ഒരു വലിയ ദുരൂഹത കെട്ടിപ്പൊക്കി അതിനകത്തൊരു ഇരുമ്പ് മറയ്ക്കുള്ളിലോട്ട് പിണറായി വിജയൻ പോയതും അത് അദ്ദേഹത്തിന് ദോഷകരമായിട്ട് ബാധിച്ചു. അത് മാത്രമല്ല, ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ട വിമർശനം അന്നും ഇന്നും ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് തോൽവിയാകുമെന്ന് മനസ്സിലായപ്പോൾ തൊട്ട് പിണറായി വിജയനെതിരെയാണ്. അല്ലേ, നായനാർ 96 മുഖ്യമന്ത്രി ആയിരുന്നപ്പം പാവപ്പെട്ട നായനാർക്ക് അവസാനം ഒരുപാട് കുറച്ച് പ്രശ്നങ്ങൾ നേടേണ്ടി വന്ന് P ശശിയെ കൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി വെച്ചപ്പോഴാണ് അവിടെ. അതെ. 87 പിന്നെ AP കുര്യനായിരുന്നു സ്പീക്കറൊക്കെ ആയിരുന്നു, പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നത്. പക്ഷേ അത് മാറി ഇയാൾ വന്നപ്പോൾ അവിടെ പ്രശ്നമായി. അതേ ആളിനെ തന്നെ രണ്ടാം പിണറായി സർക്കാർ കൊണ്ടുവന്നിരുന്നു. നമുക്ക് കാര്യം മനസ്സിലായല്ലോ. ഇത് മൊത്തത്തിൽ ഉടായ്പ നടത്താൻ വേണ്ടിയാണ് ഇവർ ഉദ്ദേശിച്ചത്. അതുപോലെ ആരോപണം വരുന്ന ആളല്ലേ, എന്തൊക്കെ സ്ത്രീ വിഷയങ്ങളിൽ അടക്കം ആരോപണം വരുന്ന അതിനകത്ത് ഇയാളെ പുറത്താക്കിയതുമാണ് ഒരിക്കലും പുറത്താക്കിയതാണ്. എന്നിട്ട് തിരിച്ചെടുത്തതാണ് അദ്ദേഹത്തെ. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ല, ഈ നേതാക്കന്മാർ ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ള. അങ്ങനെയാണ് ഇപ്പം അവസാനം പാർട്ടിയുടെ അഭിപ്രായം ക്രോഡീകരിച്ച് കഴിഞ്ഞപ്പോൾ പിണറായി വിജയനെയും ഗോവിന്ദനെയും എടുത്ത് ദൂരെ കളഞ്ഞു, ചവിറ്റുകോട്ടെ കളഞ്ഞു. എന്നിട്ട് വെള്ളാപ്പള്ളി നടേശന്റെയും കോൺഗ്രസ് BJP സഖ്യത്തിന്റെയും ഒക്കെ മണ്ടക്കോട്ട് വെച്ചു. സ്വയം വിമർശനം എന്ന് പറഞ്ഞ ഒരു സാധനം ഇതിനകത്തില്ല. പാർട്ടി തെറ്റ് തിരുത്താൻ തയ്യാറല്ല. വെള്ളാപ്പള്ളി പൊട്ടിത്തെറിച്ചത് എന്നെ ബലി കൊടുക്കൂ, നിങ്ങൾ എന്റെ ചോര നിങ്ങൾ എടുത്തോളൂ, നിങ്ങൾക്ക് എന്റെ പിണറായി വിജയനെ തിരിച്ചു തരും എന്നാണ് പറഞ്ഞത്. എന്താണെങ്കിലും ശരി, ഇത് വലിയ കോമഡി ആയിട്ട് മാറും. ഈ രണ്ടെണ്ണന്മാരെയും പടിയടച്ച് പിണ്ടം വെച്ചില്ലെങ്കിൽ പാർട്ടി ഇതോടെ തീരും.